ഹലോ, നമുക്കിന്ന് ഒരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം കേട്ടോ. ഞാൻ സാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടും പോകുന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു റീൽ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോട്ടിൽ കഴിയാറായിട്ടുണ്ട്. നല്ല മോയ്സ്ചറൈസറാണ്, ഗ്ലൂട്ടാത്തയോണൊക്കെ ഉള്ള ഒരു മോയ്സ്ചറൈസർ കേട്ടോ. അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ ഇടാം. കഴിയാറായിട്ടുണ്ട്, ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഈ സൺസ്ക്രീൻ, ഇതൊരു സൺസ്ക്രീനാണ്. സൺസ്ക്രീനും BB ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ രണ്ടും കൂടി മിക്സ് ചെയ്തിടാൻ. അപ്പോൾ ഓവറായിട്ട് തോന്നില്ല, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സൺസ്ക്രീനും BB ക്രീമും ബ്ലെൻഡ് ചെയ്തിട്ട് ഇടുന്നത്. അപ്പോൾ അത് ഫേസിലും നെക്കിലും ഒരുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ ഇങ്ങനെ തുടച്ച് നോക്കുമ്പോൾ എന്താ പറയുക, നല്ലൊരു വൈറ്റിഷ് ആ ഒരു കളറാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഓവറാന്നൊക്കെ തോന്നും. പക്ഷെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലോയി ഡൂയി ഒരു ഫിനിഷ് കിട്ടും കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ ഒരു BB ക്രീം. ഇപ്പം ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. പുറത്ത് പോകുമ്പോഴും ഞാൻ ചിലപ്പോൾ BB ക്രീമും ഫൗണ്ടേഷനും ഒന്നും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ബ്ലഷ് ഇട്ട് കൊടുക്കും, അത്രേ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഐബ്രോസ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു സാധാ ഐബ്രോ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ്, അതായത് എൻ്റെ അടുത്തൊരു ബ്രഷ് ഉണ്ട്, പിന്നെ ബ്രൗൺ കളർ ഐബ്രോ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഐബ്രോയ്ക്ക് നന്നായിട്ടൊരു ഡെഫിനിഷൻ കൊടുത്താൽ തന്നെ നല്ല ഭംഗിയാട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കളറ് ഐ ഷാഡോ, ഒരു ബേൺഡ് ഓറഞ്ച് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു കളറ് ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ഗോ ടു ഐ ഷാഡോ കേട്ടോ അത്. എനിക്കിഷ്ടമാണ് ഈ ഒരു കളറ്, ഞാൻ അധികം ഈ കളറാട്ടോ ചൂസ് ചെയ്യുക. അപ്പോൾ ഈ കളർ ഐ ഷാഡോ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ മേലെ കാജൽ റിട്രാക്റ്റബിൾ കാജലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. താഴത്തും വാട്ടർ ലൈനിലും അതുപോലെ മേലെ ഇതുപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് കണ്ണിലും ഒരുപോലെ എഴുതി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ് ഒരു സ്മഡ്ജ്ഡ് മീൻസ് ഐ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ താഴത്ത് എഴുതി കൊടുത്തിട്ടുണ്ട്, അതുപോലെ മേലെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്മഡ്ജ് ചെയ്ത ഐ ലുക്കൊക്കെ ഇഷ്ടമാണോ എന്നുള്ള കാര്യം പറയണേ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നു. എന്നാൽ ഓവറായിട്ട് ഈ എന്താ പറയുക ബ്ലാക്ക് വെച്ചിട്ടുള്ള സ്മഡ്ജൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ ഓവറായിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു, അത്രയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏത് ബ്രാൻഡിൻ്റെ, മാർസിൻ്റെ ആണോ ഇൻസൈറ്റിൻ്റെ ആണോ സ്വിസ് ബ്യൂട്ടിയുടെ ആണോ എന്ന് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഈ മൂന്നെണ്ണത്തിൽ ഏതോ ഒരു ലിപ്പ് ലൈനറാണ്. ഇതിൻ്റെ ഒരു റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ലിപ്പ് ഒന്ന് നന്നായിട്ട് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ചെറിയ ലിപ്പാട്ടോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്തോ ഒരു പോലെയാണ് എല്ലാവരും പറയാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും മറക്കുന്ന കാര്യമാട്ടോ ലിപ്പ് ലൈൻ ചെയ്യുക എന്നുള്ളത്. ഇനി സുഡിയോൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. ഞാനിത് ആക്ച്വലി ലിക്വിഡ് ലിപ്സ്റ്റിക്കാണെന്ന് വിചാരിച്ചിട്ട് എടുത്ത ഒരു ഷെയ്ഡായിരുന്നു. പക്ഷേ ഇത് എന്താ പറയുക, ഇതായിരുന്നു, എന്താ പറയുക, നമ്മുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കായിരുന്നു കേട്ടോ. ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ബ്ലഷ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മുഖം തുടുത്ത് തക്കാളിപ്പഴം പോലെ ഇരിക്കുക എന്നൊക്കെ പറയില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ബ്ലഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൂക്കിൻ്റെ മുകളിലും താടിയുടെ മുകളിലും ഒക്കെ ഇടാറുണ്ട് കേട്ടോ ബ്ലഷ്. പിന്നെ ഞാൻ എന്തായാലും പറയുക ഐബ്രോ അല്ലല്ലോ, എന്തായാലും ഈ സംഭവം എന്താ പറയുക, ഐലാഷസ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഐലാഷ് ചെയ്യുന്ന സംഭവമെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. മസ്കാരയാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഞാൻ മാക്കിൻ്റെ നല്ല അടിപൊളി ഒരു ഹൈലൈറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിൻറ്റ്സ് ബ്രോവിൻ്റെ താഴെ, അതുപോലെ കവിളത്ത്, ചുണ്ടിൻ്റെ അവിടെ, മൂക്കിൻ്റെ പാലത്തിൻ്റെ മുകളിൽ, പിന്നെ അങ്ങനെയൊക്കെ ഒന്ന് ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് പൊട്ട് തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പൊട്ടാണ്. ഒന്നല്ലെങ്കിൽ ഈ ചെറിയ പൊട്ട് തൊടും, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് വലിയ പൊട്ട് തൊടും. അപ്പോൾ മുടി ഞാൻ ഫ്രീ സ്റ്റൈലിൽ ഇടാൻ കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഒന്ന് ചീന്തി കൊടുത്തിട്ട് ഒന്ന് പൊക്കറാക്കിയിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു സിൽവർ കളറൊക്കെയാണല്ലോ അതിൻ്റെ ബോർഡർ വരുന്നത്. അപ്പോൾ ഞാനൊരു ഓക്സിഡൈസ്ഡ് ജ്വല്ലറി കൂടി പെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയാട്ടോ, ഇങ്ങനെ വലിയ കമ്മലൊക്കെ ഇട്ടിട്ട് മുടിയൊക്കെ വരട്ടിയിട്ട് നല്ല രസമാണ്, എനിക്കിഷ്ടമായിട്ടോ ഈ ലുക്ക്. പിന്നെ ഞാൻ ഇതുപോലൊരു മോതിരം ഉണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു, അതുപോലെ വളയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ മോതിരം ഞാനത് അഴിച്ച് വെച്ചോന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ.
പക്ഷേ എന്നാലും അടിപൊളിയായിട്ട് എനിക്ക് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കായിരുന്നു കേട്ടോ ഇത്. ഞാനിത് ഈ ഒരു റീൽ എടുക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. ഇതൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക. യൂട്യൂബിലാണ് കാണിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസമുള്ള